ഹലോ നമസ്കാരം, ഞാൻ സെറീന ശിഹാബ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത് മറ്റൊരു വിഷയവുമായിട്ടാണ്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? സ്നേഹം, കരുതൽ, സഹാനുഭൂതി, സന്തോഷം, സമാധാനം, ഇവയൊക്കെയാവും നമ്മുടെ ഉത്തരം എല്ലാം ശരിയാണ്, ഒന്നും തെറ്റെന്ന് പറയത്തില്ല. എന്നാലും നമ്മുടെയൊക്കെ വീടുകളിലേക്ക് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ കടന്നു വരുമ്പോൾ തമാശക്കാരനായ ഭർത്താവിൻ്റെ ക്ലീശേ തമാശയുണ്ട്. ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഏതോ പൊടി കലക്കി തന്ന് ഇവളെന്നെ വീഴ്ത്തിയതാണെന്ന്. അന്നേരം അവളത് ചിരിച്ചു കളയുമെങ്കിലും അവളുടെ ഉള്ളിൽ ചെറിയൊരു കുത്തലായിട്ടെങ്കിലും അത് അവശേഷിച്ചിരിക്കും. ചില ഭാര്യമാർ അത് പരിഭവം പോലെ ഭർത്താവിനോട് പ്രകടിപ്പിക്കാറുമുണ്ട്. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. എവിടെ ബഹുമാനം കൊടുക്കുന്നുവോ അവിടെയോ നമുക്ക് ബഹുമാനം തിരിച്ചു കിട്ടുകയുള്ളൂ. ഭർത്താവ് ഒരു ഭാര്യയുടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയിട്ടല്ല അറിയേണ്ടത്. രാപകലോളം അവന് വേണ്ടി കഷ്ടപ്പെടുന്നു, അവൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റി വളർത്തുന്നു. ഇവയൊന്നും അവൾ കടമ തീർക്കൽ പോലെയല്ല ചെയ്യുന്നത്. അവളുടെ കർത്തവ്യം അവളുടെ ആത്മാർപ്പണമായിട്ടാണ്. അതിന് ജോലിക്ക് പോന്നവളായാലും ശരി, വീട്ടിൽ മക്കളെ നോക്കി ഇരിക്കുന്നവളായാലും ശരി, എപ്പോഴും അവനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടായിരിക്കും അവൻ പറയാതെ അവന് വേണ്ടുന്ന നേരത്ത് വേണ്ടുന്നതൊക്കെ കൊടുത്ത് അവൾ ജീവന് തുല്യം സ്നേഹിച്ച് കൂടെ കഴിയുന്നത്. അപ്പോൾ ഭർത്താവ് അവൾക്ക് കൊടുക്കേണ്ട മിനിമം മര്യാദ എന്ന് പറയുന്നത് അവളുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. അവൾക്ക് എന്ത് ഞാൻ പറഞ്ഞാൽ നോവും, എന്ത് നോവില്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അത്യാവശ്യമായി ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സാധനം വളരെ വലുതാണെന്ന്. അതായത് നമ്മുടെ സന്ദർഭത്തിനൊത്ത് ഉയർന്നു വരുന്ന മനസാന്നിധ്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞ് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് വലിയ കുഞ്ഞിനോട് പറയണ്ട ഒരു ഡയപ്പർ വേണമെന്ന്. അവൾ ആ സമയത്ത് തന്നെ ഡയപ്പർ എടുത്ത് എത്തിക്കാറുണ്ട്. അപ്പോൾ അത് അവസരത്തിനകത്ത് ഉയർന്നു വന്ന മനസാന്നിധ്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം വഴി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഭാര്യയുടെ ഓരോ കാര്യങ്ങളും. അവളുടെ ഇമോഷനൊത്ത് ഭർത്താവിൻ്റെ ചിന്തകൾ ഉയർന്നു വരുമ്പോൾ ആ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതായി മാറുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ പരക്കട്ടെ സന്തോഷമല്ലേ? സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ലോകത്ത് സന്തോഷം പരക്കട്ടെ. ശരി, വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.